നമസ്കാരം. ചെറിയ പെരുന്നാൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിച്ചു. അതുപോലെ തന്നെ ഇതാ നാളെ വിഷു എത്തിയിരിക്കുന്നു. അതും നമ്മൾ ഒത്തൊരുമയോടെ ആഘോഷിക്കും. എല്ലാവർക്കും കഴിഞ്ഞുപോയ ചെറിയ പെരുന്നാളിന്റെയും നാളത്തെ വിഷുവിന്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന സ്നേഹസംഗമത്തിന്റെ 148ാമത് സ്നേഹസംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്നേഹസംഗമം കമ്മിറ്റിയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി ശ്രീ പീറ്റർ ശരത് കൊടുങ്ങല്ലൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. വളരെ മനോഹരമായിട്ട് പീറ്റർ ചേട്ടൻ പ്രാർത്ഥന ഗാനം പാടി. താങ്ക് യു പീറ്റർ ചേട്ടാ. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി ട്രീസ മുള്ളൂർക്കരയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേൾക്കണില്ലേ? ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന 148ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാ എന്റെ സഹോദരി സഹോദരന്മാരെയും എല്ലാ വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റവറന്റ് ഫാദർ ജോമി പെരിയപ്പാടൻ, അസിസ്റ്റന്റ് വികാരി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് സെക്രട്ടറി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ മുഹമ്മദ് റഫി, എൻഡമോളജിസ്റ്റ്, അമല മെഡിക്കൽ കോളേജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട അതിഥിയായി എത്തിയ കണിയാപുരം അൽഹാജ് ബഹറുദ്ദീൻ മൗലവി AM, ഉൽമ ചെയർമാൻ, ജമാഅത്ത് കൗൺസിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദർശന ക്ലബ്ബ് പ്രസിഡന്റായ ശ്രീ ഷിബിൻ ഹാരിയെയും സെക്രട്ടറിയായ കുമാരി സിനി സെബാസ്റ്റിനെയും PRO ആയ ശ്രീ പിയൂസ് കോട്ടപ്പുറത്തെയും ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സ്നേഹസംഗമം വളരെ മനോഹരമായി അവതരണം ചെയ്യുന്ന കുമാരി ലിജി അങ്കമാലിയെയും പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീ പീറ്റർ ശരത് കൊടുങ്ങല്ലൂരിനെയും
റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ലീന MG നാട്ടിയെയും എല്ലാവരെയും നന്ദി പറയാൻ എത്തിയ പിയൂസ് കോട്ടപ്പുറത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന എന്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് ട്രീസ ചേച്ചി എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു ട്രീസ ചേച്ചി. റിപ്പോർട്ട് വായിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ കുമാരി ലീന MG നാട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു. അതിനു മുന്നേ ഇന്ന് 4 ബർത്ത്ഡേ ഉണ്ട്. ലില്ലി ആറ്റത്തറ, റെജി സേവിയർ, ജോജു അയ്യന്തോള്, മറിയാമ്മ. പിന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി സിജോൺ മംഗലശ്ശേരി ഉണ്ട്. പിന്നെ ഒരു അനുമോദനം പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ മുണ്ടോടൻ സ്വിമ്മിങ് ഗ്രൂപ്പിന്റെ. അപ്പൊ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങള്. സ്നേഹം നിറഞ്ഞവരെ, 6/4/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 147ാമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന കുമാരി സിനി കെ സെബാസ്റ്റ്യൻ. സ്വാഗതം PRO പിയൂസ് കോട്ടപ്പുറം. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തത് ശ്രീ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അധ്യക്ഷത പ്രസംഗം നടത്തി. ഈ 147ാം സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. നാം ചെറുതാകണം, നാം എളിമയുള്ളവരാകണം, പോസിറ്റീവായി ചിന്തിക്കണം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് ഗ്വാളിയർ രൂപതാംഗം റവറൻ ഫാദർ പയസ് അച്ഛനായിരുന്നു. പ്രിയപ്പെട്ട സോളമനച്ച, വിശിഷ്ട വ്യക്തികളെ, ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, 147ാമത് സ്നേഹ സംഗമവും ഈസ്റ്റർ ആഘോഷവും നടത്താനായി എത്തിച്ചേർന്ന നിങ്ങൾക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നിങ്ങളുടെ സ്നേഹ സംഗമം 2.5 വർഷം പിന്നിടുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സ്നേഹമാണ് സോളമനച്ചൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കട്ടെ. മയിലിന് ആടാതിരിക്കാൻ പറ്റില്ല, പൂവിന് വിടരാതിരിക്കാനും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണ്. നിങ്ങൾക്ക് ദൈവകൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 147ാം സ്നേഹ സംഗമവും ഈസ്റ്റർ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ ജോൺ കെ ലൂക്കോസ്, സൈക്കോളജിസ്റ്റ്, ഡയറക്ടർ ലൈഫ് സ്കിൽസ് BVET സെന്റർ ഫോഴ്സ് കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ ചാത്തന്നൂർ അവർകളായിരുന്നു. 147ാം സ്നേഹ സംഗമവും ഈസ്റ്റർ ആഘോഷവും ചേരുന്ന ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ച ദൈവകൃപയെ ഓർത്തും എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. എന്നെ വിളിച്ചത് ഏഞ്ചൽ മേരിയാണ്. യേശു ക്രിസ്തു മണ്ണടിഞ്ഞു പോകാനുള്ളതല്ല, ഉയർത്തെഴുന്നേറ്റു. നാം നോക്കേണ്ടത് നമ്മുടെ അകത്തെ മനുഷ്യനിലേക്കാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നു. കഴിഞ്ഞ പരിമിതികളെ സ്റ്റോപ്പ് ഇടുക. ദൈവം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരും. വീണ്ടും എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് തൃശൂർ വടക്കേച്ചിറ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ശ്രീമതി ഡോക്ടർ അപർണ VA MS MD ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. വിശിഷ്ട അതിഥികളെ, സോളമനച്ച, പൈസച്ച, ജോൺസൺ സാറെ, ഭാരവാഹികളെ. എന്റെ പേര് അപർണ. സിനി വഴിയാണ് ക്ലബിനെ പറ്റി അറിയുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും വരും തലമുറയ്ക്ക് പ്രചോദനമാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക, എരിവും പുളിയും ഒഴിവാക്കുക, പറ്റുന്ന പോലെ ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഈ സംഗമത്തിൽ വിളിച്ചതിന് പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. ഏഞ്ചൽ മേരി വന്നവർക്കെല്ലാം നന്ദി പറഞ്ഞു. ശ്രീമതി ബീന ഡേവിസും സിമിൽ സെബാസ്റ്റിനും അവരുടെ ജന്മദിനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാവരും ആശംസകൾ നേർന്നു. ഈ റിപ്പോർട്ട് സഭാ സമക്ഷം സമർപ്പിക്കുന്നു. ലീന MG നാട്ടിക. വളരെ വ്യക്തമായിട്ട് ലീന റിപ്പോർട്ട് വായിച്ചു. താങ്ക് യു ലീന.
ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേരുന്നു. നമ്മൾ സ്നേഹസംഗമത്തോടൊപ്പം തന്നെ ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈദുൽ ഫിത്തറിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുകയാണ് ചെയ്തത്. നമുക്ക് ഓരോ തിരുനാളുകളും ഓരോ ആഘോഷങ്ങളും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ദൈവത്തോടൊപ്പം അടുക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനിലേക്ക് അടുക്കാനുള്ള ഒരു ഉപാധിയാണ് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് കാരണമായി തീരുന്നത്. ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവരെന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ അവരെന്നെ സ്നേഹിക്കുകയും അവരെന്നെ സ്നേഹിക്കാതിരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്ന് തന്നെയാണ് ബൈബിൾ തന്നെ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവന് അവരെന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ കരുണയോട് കാണാനായിട്ട് സാധിക്കുന്നവന് ദൈവം കാരുണ്യവാനാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളും കരുണയോടുകൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് തയ്യാറാകുമെന്നുള്ളതാണ്. പലപ്പോഴും ഓരോ ആഘോഷങ്ങളും പുണ്യങ്ങളായിട്ട് മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. നാളെ വിഷുവാണ്. തീർച്ചയായിട്ടും അടുത്ത ശനിയാഴ്ച വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തും. അപ്പോൾ ഇന്ന് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കരുണ കാണിക്കുവാനും അവരോട് സേവനത്തോടുകൂടി ജീവിക്കുവാനും നമ്മൾ തയ്യാറാകണം. അവരെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഭാരതത്തിൽ നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ പോയപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ഭാരതത്തിൽ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും മതത്തിന്റെ പേരിലായിരിക്കാം, രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കാം നമ്മൾ ഈ സഹോദരി സഹോദരന്മാരെന്നല്ലാതെ മാറി പോകുന്നത്. മതം പലപ്പോഴും പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. അതില്ലാത്ത മതം ഏതും ആയിക്കൊള്ളട്ടെ, അത് മതമല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാഹോദര്യ സ്നേഹം അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം നമ്മളിൽ വളർത്തണം. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ പലപ്പോഴും ഭിന്നശേഷിക്കാരാണ് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളെപ്പറ്റി പറയും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി വിശേഷിപ്പിച്ച് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയാറുണ്ട്, നമ്മളും പറയും നമ്മളെപ്പറ്റി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറ്റാവുന്ന രീതിയിൽ കരുണ കാണിക്കുവാനായിട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരോട് കരുണ കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. നമ്മൾ മനുഷ്യനായിട്ട് തന്നെ കാണാനായിട്ട്, മനുഷ്യ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ഏതൊരു ആഘോഷവും അതിനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ വ്യക്തികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. പലർക്കും നാഷണൽ ലെവലിൽ പോയി സമ്മാനം നേടിയതിന്റെ ഫലമായിട്ട് ഒത്തിരി പേർക്ക് നാട്ടിലും വീട്ടിലൊക്കെ അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് ഈ നമ്മളിപ്പോഴൊക്കെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിമാനിക്കാം. അവരൊക്കെ അധ്വാനിച്ച് നേടിയെടുത്ത ഫലങ്ങൾ അവര് അനുഭവിക്കുന്നു. നാട്ടിലും വീട്ടിലും എങ്ങും അവർക്ക് അംഗീകാരം പ്രശസ്തിയൊക്കെ കിട്ടുന്നു. തീർച്ചയായിട്ടും അവർക്കും കൺഗ്രാജുലേഷൻ. അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബർത്ത്ഡേക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളായിട്ട് വന്നിരിക്കുന്ന അവരുടെ സ്വരങ്ങളൊക്കെ കേട്ട് നമ്മളെ തന്നെ ഒന്നും കൂടി സജ്ജരാക്കാം. നല്ല ഊർജ്ജസ്വലതയോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. ഒരിക്കൽ കൂടി സ്നേഹസംഗമത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഈ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മുഹമ്മദ് റഫി എൻഡമോളജിസ്റ്റ്, അമല മെഡിക്കൽ കോളേജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കൊതുജന്യ രോഗങ്ങളെ കുറിച്ച് ഏതാനും വിവരം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. ഇപ്പോൾ മഴയുള്ള സീസൺ അല്ല, വേനൽക്കാലമാണെങ്കിൽ പോലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡെങ്കിപ്പനി പകരുന്നതെന്നും അതിന്റെ കാരണങ്ങളെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഡെങ്കിപ്പനി?
ഡെങ്കിപ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഇപ്പൊ ഞാൻ പറഞ്ഞ 2 വാക്കാണ്. കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. അപ്പൊ ഏതാണ് ആ വൈറസ് എന്ന് നമുക്ക് പരിചയപ്പെടും. ഫ്ലാവിവിരിഡേ ഫാമിലിയിൽപ്പെട്ട ഫ്ലാവി വൈറസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസുകളാണ് ഈ രോഗം പകരുന്നത്. ഈ വൈറസുകൾ പൊതുവെ 4 തരത്തിലുണ്ട്. ഇതിൽ ഒരു തരത്തിലുള്ള വൈറസ് വന്ന് നമുക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ വൈറസിനെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും. നമുക്കറിയാം, ഏത് രോഗം വന്നാലും നമുക്കൊരു പ്രതിരോധ ശേഷി നമുക്കുണ്ടാകും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെങ്കി വൈറസ് 4 തരം എന്ന് പറഞ്ഞാൽ ഡെങ്കി വൈറസ് 1 DNV 1, ഡെങ്കി വൈറസ് 1, 2, 3, 4 ഇങ്ങനെയുള്ള വകഭേദങ്ങളാണ്. അപ്പൊ ഇതില് നമുക്ക് കിട്ടിയത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ഡെങ്കി വൈറസ് 1 നമുക്ക് കിട്ടിയെങ്കിൽ ആ 1-നെതിരെയുള്ള പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പക്ഷേ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡെങ്കി 2 നമുക്ക് പിടിപെടാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്, ഡെങ്കി വൈറസ് 1 വന്ന് മാറിയ ആൾക്ക് 2 വന്നാൽ അല്പം സങ്കീർണമായ ഡെങ്കിപ്പനിയിലേക്ക് ചിലപ്പോൾ മാറിയേക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ള, സാധാരണ രീതിയിൽ ഒരു ഡെങ്കിപ്പനി നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മാറിപ്പോകുന്ന ഒരു രോഗമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുടെയും ഈ വൈറസിന്റെ ചില പ്രത്യേകതകളുടെയും സാഹചര്യത്തിൽ ചിലപ്പോൾ അത് സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഡെങ്കി ഷോക്ക് സിൻഡ്രോമോ അല്ലെങ്കിൽ ഡെങ്കി ഹെമറേജ് ഫീവറിലേക്ക് വരാം. അത് ചിലപ്പോൾ മരണം വരെ സംഭവിച്ചു. അപ്പോൾ അത്ര നിസ്സാരമായും കാണരുത്, നമുക്ക് കുറച്ച് ഗൗരവമായിട്ട് കാണുകയും വേണം. അങ്ങനെയുള്ള ഒരു പനിയാണ് ഡെങ്കിപ്പനി. നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഡെങ്കിപ്പനി എങ്ങനെയാണ് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരികയാണ്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ്. അപ്പൊ അവിടെ മധ്യ ഒരു വ്യക്തി അവിടെ ഉണ്ട്. അതാണ് നമ്മുടെ കഥാപാത്രം. ഏതാ? കൊതുക് അല്ലെ? എന്താണ് വൈറസ് എന്ന് മനസ്സിലാക്കി. ഇനി ഏതാണ് ഈ കൊതുക് എന്ന് നമുക്ക് നോക്കാം. ഈ കൊതുക് എന്ന് പറയുന്നത്, കൊതുക് 3-4 തരം കൊതുകുകളുണ്ട്. നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഈഡിസ് പെൺകൊതുകുകളെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇത് മറ്റ് കൊതുകുകളിൽ നിന്നും ആകൃതിയിലും പ്രകൃതിയിലും വളരെ വ്യത്യസ്തരാണ്. ചെറിയ കുഞ്ഞു കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളും പൊട്ടുകളും ഉള്ള കൊതുകുകളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള കൊതുകുകൾ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തരം കൊതുകുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുകയുള്ളൂ. ഇനി എങ്ങനെയാണ് പകർത്തുന്നത് നമുക്ക് നോക്കാം. ഒരു ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ ഈഡിസ് വർഗത്തിൽ, ഈഡിസ് കൊതുക് ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിലാക്കി തന്നു. ഈഡിസ് കൊതുക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈഡിസ് വർഗത്തിൽപ്പെട്ട ഒരു പെൺകൊതുക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അതൊരു ആള് ഒരു വൈറീമിക് ആയിരിക്കുന്ന സ്റ്റേജ്, അതൊക്കെ പറയണ കുറച്ച് പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, തൽക്കാലം മനസ്സിലാക്കണം. അപ്പൊ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ ആര് കടിക്കും? ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുക്. ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ എന്തുണ്ടാവും? ഇതൊരു വൈറസ് രോഗമല്ലേ
അല്ലേ? അപ്പൊ അപ്പൊ നമുക്ക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ എന്തുണ്ടാകും? വൈറസ് ഉണ്ടാകില്ലേ? ഉണ്ടാകില്ലേ? വൈറസ് എത്ര തരം ഉണ്ട്? സാധാരണ ഡെങ്കിപ്പനി വരുന്ന വൈറസ് എത്ര തരമാ? ഞാനിപ്പോ പറഞ്ഞല്ലോ, മറന്നുപോയോ? 4 തരം, 4 വിഭാഗങ്ങളായിട്ടാണ് ഈ വൈറസ്. ഡെങ്കി വൈറസ് DNV 1, 2, 3, 4 അല്ലേ? ആണല്ലോ. അപ്പൊ ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തില് ഈ വൈറസ് ഉണ്ടാവും അല്ലെ? ഈ വൈറസ് അപ്പൊ ഒരു ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുക് ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ കൊതുകിന്റെ ശരീരത്തിലേക്ക് ഇയാളുടെ ശരീരത്തിലുള്ള ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകൾ കടിക്കുന്നു. കടിച്ചു കഴിഞ്ഞ സമയത്ത് ഇയാളുടെ ശരീരത്തിലുള്ള വൈറസ് മുഴുവൻ കൊതുകിന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു. ഈ വൈറസുമായിട്ട് ഈ കൊതുക് കുറച്ചുനാൾ ജീവിക്കും, കുറച്ചുനാൾ കറങ്ങും. ഈ വൈറസിന് കൊതുകിന്റെ ശരീരത്തിൽ വളർന്ന് പെരുകാനുള്ള ഒരു സമയമുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് 8 തൊട്ട് 10 വരെയുള്ള ദിവസമാണ്. ഈ 8 തൊട്ട് 10 വരെയുള്ള ദിവസം കഴിഞ്ഞാലേ ഈ കൊതുക് മറ്റൊരാൾക്ക് അസുഖം കൊടുക്കുന്ന കൊതുകായി തീരുള്ളൂ, രോഗാണുവാഹകയായ കൊതുകായി തീരുള്ളൂ. ഇൻഫെക്റ്റീവ് മസ്കിറ്റോസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ ഇത്രയും കാലാവധി വേണം. ഈ കാലാവധി വരെ ഈ കൊതുക് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൊതുക് 2 ആഴ്ചയോ 2.5 ആഴ്ചയോ ജീവിച്ചാൽ അതിന്റെ ശേഷിച്ച ജീവിതകാലം മുഴുവൻ ഈ കൊതുകിന് എത്ര ആൾക്കാർക്ക് വേണമോ ഈ ഡെങ്കിപ്പനി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത്തരം ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇതിന് പകരുന്ന രീതിക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇനി ഡെങ്കിപ്പനി ബാധിച്ച ഈ കൊതുക് എവിടെയാണ് അതിന്റെ ലൈഫ് സൈക്കിൾ പൂർത്തീകരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഡെങ്കിപ്പനി ബാധിച്ച കൊതുക് മുട്ടയിടുന്നത് വീട്ടിനകത്തും പുറത്തും മുട്ടയിടും. ഈഡിസ് കൊതുകുകൾ മുട്ടയിടുന്നത് വീട്ടിനകത്തും പുറത്തും മുട്ടയിടും. വീട്ടിന് പുറത്ത് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ട ഉണ്ടാവും അല്ലെ? പുറത്ത് നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ട, മുട്ടത്തോടില്ലേ, പിന്നെ ബാരലില്ലേ, വെള്ളം പിടിച്ചു വെക്കാൻ ബാരലില്ലേ, പുറത്ത് കാണൂല, ടയറുകളില്ലേ, പിന്നെ ഈ സൺഷെയ്ഡിലേക്ക് നമ്മൾ വെള്ളം കെട്ടി നിൽക്കും അല്ലെ? ഇങ്ങനെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു ഇലകൾ പോലും, ചെറിയൊരു ഇല പോലും ഉണ്ടെങ്കിൽ ഒരു തുള്ളി, ഒരു ടീസ്പൂൺ വെള്ളം മാത്രം മതി ഇതിന് മുട്ടയിടാൻ. മറ്റു കൊതുകുകൾ കണക്കല്ല, ഒരു ടീസ്പൂൺ വെള്ളം മാത്രമേ വേണ്ടി ഇതിന് മുട്ടയിടുവാൻ വേണ്ടി. അപ്പൊ അതിങ്ങനെയുള്ള ഒരു ഇതുപോലെ നമ്മള് കളിപ്പാട്ടങ്ങൾ കുട്ടികൾ കളിച്ചിട്ടൊക്കെ പുറത്ത് കാണും. അപ്പൊ അതിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ജലശേഖരം, ചെറിയ വെള്ളത്തില് ഈ കൊതുക് മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാല് ഈ മുട്ടയിൽ നിന്ന് കൂത്താടിയിൽ നിന്നും പ്യൂപ്പയും അതിൽ നിന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകും വരും. ഇതിനെ ഒരു 7 തൊട്ട് 8 വരെ ദിവസം എടുക്കും. അത് കഴിഞ്ഞാണ് ഈ കൊതുക് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊതുകായി മാറും. ഞാൻ ഈ ലൈഫ് സൈക്കിൾ പറയാൻ വന്നത്, നമ്മളെ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ ഇല്ലെങ്കിൽ ഡെങ്കിപ്പനിയേ ഇല്ല. അപ്പൊ അതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഈഡിസ് കൊതുകുകൾ എവിടെയാണ് മുട്ടയിട്ട് പെരുകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇനി വീട്ടിനകത്തും മുട്ടയിടുമെന്ന് പറഞ്ഞില്ലേ? വീട്ടിനകത്തും പുറത്തും മുട്ടയിടുകയും വിശ്രമിക്കുകയും ചെയ്യുക. വീട്ടിനകത്ത് മുട്ടയിടുന്നത് നമ്മൾ സാധാരണ ചെടിച്ചട്ടികളില്ലേ, ചെടിച്ചട്ടികൾ വീട്ടിനകത്തൊക്കെ ചെടിച്ചട്ടികൾ വെക്കൂലേ? അതിൻ്റെ അകത്ത് വെള്ളം ഊർന്നു പോകാനായിട്ട് അടിയിൽ ഒരു പാത്രം വെക്കാറില്ലേ? ആ പാത്രം സാധാരണ മുട്ടയിടും. അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ മണി പ്ലാന്റ് വെക്കും അല്ലെ? മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തില് മുട്ടയിടും. നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ, ആ ബാക്കിലുള്ള ട്രേയില് ഇത് മുട്ടയിടും. ഇനി ഇതൊന്നും അല്ല, നമ്മൾ വെള്ളം സാധാരണ കുടിക്കാനായിട്ട് നമ്മൾ വീട്ടിലെല്ലാം വെള്ളം പിടിച്ചു വെക്കും. സാധാരണ പിടിച്ചു വെച്ചാല് ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വന്ന് അത് വീണ്ടും ആ പാത്രത്തിന്റെ അടപ്പ് തുറന്ന് വെള്ളം കുടിക്കും. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വരും.
അപ്പൊ ആ ഗ്യാപ്പിലൂടെ ഈ കൊതുക് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അകത്തും പുറത്തുമുള്ള ഇങ്ങനെയുള്ള കണ്ടെയ്നറുകളിൽ മാത്രം. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? വീട്ടിനകത്തും പുറത്തുമുള്ള ഇങ്ങനെയുള്ള ഉറവിടങ്ങൾ നമ്മൾ നശിപ്പിച്ചു കഴിയും. വീട്ടിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങള് കുടിക്കാനായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെള്ളം 1-2 ദിവസം നമ്മൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ നല്ലോണം തേച്ച് കഴുകിയിരിക്കാം. നല്ലോണം ഉരച്ച് കഴുകുക എന്ന് വെച്ചാൽ ഇതിന്റെ വശങ്ങളിലാണ് ഇതിന്റെ മുട്ടലി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ഈ പാത്രം നല്ലോണം ഉരച്ച് എന്തെങ്കിലും കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി കഴുകിയതിനു ശേഷം മാത്രമേ വെള്ളം പിടിച്ചു വെക്കാം. പിന്നെ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ എന്ത് ചെയ്യും? ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ നമുക്ക് ചെയ്യാനുള്ള എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വെള്ളം 1-2 ദിവസത്തിനുള്ളിൽ മാറ്റി കളയാം. ഇന്ന് തന്നെ നിങ്ങളെ വീട്ടിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ ഒന്ന് നോക്കുക. മിക്കവാറും അതിന്റെ അകത്ത് കൂത്താടി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ കൂത്താടി നശിപ്പിച്ച് കളയുക. ആ ട്രേയിലുള്ള വെള്ളവും മാറ്റി കളയുക, കൂത്താടി നശിപ്പിച്ച് കളയുക. ഇനി ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് ചെടിച്ചട്ടി ഉണ്ടാവും. അതിന്റെ അടിയിൽ നമ്മൾ വെള്ളത്തില് ഇതുപോലെ കൂത്താടി ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ഉണ്ടാവും, അത് മാറ്റി കളയും. ഈ മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് നിങ്ങൾ എടുത്ത് കളയാനല്ല ഞാൻ പറയുന്നത്. മണി പ്ലാന്റിലുള്ള വെള്ളം മാറ്റിയതിനു ശേഷം കൂത്താടി ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് പുറത്ത് മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വീണ്ടും വെള്ളം വയ്ക്കുക. ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിന്റെ പുറത്തും ഇതുപോലെ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വീക്ക്ലി ഡ്രൈ ഡേ ഒബ്സർവേഷൻ. അപ്പൊ വീട്ടില് ഒരു ദിവസം നമ്മൾ വീട്ടിലെ അംഗങ്ങളെല്ലാം, നമ്മുടെ മക്കള്, ഭാര്യ, ഭർത്താവ്, അവര്, മക്കള്, സഹോദരങ്ങളെല്ലാം വിളിച്ചിട്ട് നമ്മൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ എല്ലാവരും വരി എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ വീട്ടിനും പുറത്തുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയുള്ള കണ്ടെയ്നർ, ആഴ്ചയിൽ ഒരു ദിവസമുള്ള കണ്ടെയ്നറിൽ വെള്ളം മുഴുവൻ മാറ്റി കളയുക. ആ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക, ലാർവ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. കാരണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ഈഡിസ് കൊതുക് ഉണ്ടെങ്കിൽ മാത്രമേ ഡെങ്കി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഈഡിസ് കൊതുകുകൾ നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ തുടങ്ങിയ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള തൊട്ടടുത്ത ആൾക്കാര്, അതിന്റെ തൊട്ടുള്ള ആൾക്കാരൊക്കെ പറയുക, ഞങ്ങൾ ഇന്നൊരു കുറച്ച് ക്ലാസ് കേട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെങ്കി പ്രതിരോധത്തിന് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ ഒരു 2 പേരെ വിളിച്ച് പറഞ്ഞ് 2 പേരെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം. അപ്പൊ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഡെങ്കി പ്രതിരോധത്തില് നമ്മൾ ഒറ്റ കൈയായിട്ട് പ്രവർത്തിച്ചു കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ലോകത്തിൽ നിന്നും ഡെങ്കിപ്പനിയെ മാറ്റാനുള്ള ശ്രമത്തില് നമ്മൾ എല്ലാവരും പങ്കാളികളാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ബിനിസാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും വേണോ നിങ്ങളുടെ സ്ഥലത്ത് വരാനോ സഹകരിക്കാനോ ഈ നിങ്ങളുടെ അസോസിയേറ്റ് പ്രവർത്തിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സാറുമായിട്ട് പറഞ്ഞ് ഞാൻ എപ്പോഴും വരാം. ഏതും നമുക്ക് ഒരു ഒരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ വിവരം, അതിന് സമയം നിങ്ങൾക്ക് പരിമിതമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ വിവരം മാത്രമേ എനിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ബിനിസാറുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സമയത്ത് കൂടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാ ഈ രോഗത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും എല്ലാത്തിനും സമയം കണ്ടെത്തിയതിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. അടുത്തതായി ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന റവറൻ ഫാദർ ടോമി പെരിയപ്പാടൻ അസിസ്റ്റന്റ് വികാരി, സെന്റ് മേരീസ് കൊറോന ചർച്ച് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹം കാണാമോ? കാണാച്ചാ, കാണാം. ഓക്കെ. ഞാന് സോറി ഇത്തിരി ലേറ്റായി പോയി. കാരണം ഇവിടെ കുറച്ച് അത്യാവശ്യങ്ങൾ വന്നു, പള്ളിയില് കുറച്ച് അത്യാവശ്യങ്ങൾ വന്നതാണ്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സോമൻ അച്ഛ, അതുപോലെ തന്നെ മുഖ്യാതിഥിയായ മുഹമ്മദ് ഹഫീസാറ്, അതുപോലെ ബാക്കിയുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംരംഭത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും. അപ്പൊ എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് ജോസ് കണ്ണമ്പുഴ ഞങ്ങളുടെ ചേട്ടനാണ് ക്ഷണിച്ചത്. അപ്പോ നിങ്ങളോടുള്ള ഒരു ഒപ്പമായിരിക്കാനുള്ള സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഏറ്റത്. പക്ഷെ ഈ സമയത്താണുള്ള കാര്യം ദൈവത്തോട് ഞാൻ പെട്ടെന്ന് ഓർത്തില്ലായിരുന്നു. വൈകുന്നേരമാണെന്നുള്ള എന്നെ മനസ്സിൽ കിടന്നത്. അതുകൊണ്ട് കുറച്ച് ഫംഗ്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം, അതായത് നിങ്ങൾ നന്നായിട്ട് ഒരുമിച്ച് കൂടുന്നു, പല കാര്യങ്ങൾ സംസാരിക്കുന്നു, അതുപോലെ പല സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും നിങ്ങളുടെ
എല്ലാ സമയത്തും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്നത്തെ ദിവസം മുഖ്യ അതിഥി എന്നുള്ള കാര്യം, മുഖ്യ അതിഥിയായിട്ട് വന്ന ആളുകളും ഉദ്ഘാടനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി മുമ്പാണ് അറിയുന്നത്. ഞാനൊന്ന് പങ്കെടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കണം. അപ്പൊ ഒരു കാര്യം മാത്രം പറയാനുള്ള കാര്യം, നമ്മൾ ജീവിക്കുമ്പോൾ ജാതി മത ഭേദമന്യേ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പ്രാർത്ഥന നമ്മളെല്ലാ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് എല്ലാ ദൈവങ്ങളും ഒക്കെ നമ്മൾ പറയുന്ന പോലെ എല്ലാവരും സ്നേഹിക്കാനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സഹകരിക്കാനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, പരസ്പരം ബഹുമാനിക്കാനൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളിൽ വയ്യാത്തവരുണ്ട്, പല രീതിയിൽ വയ്യാത്തവരുണ്ട്. അവരെല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സന്നദ്ധരാവണം. എന്ത് കാര്യങ്ങൾക്കും അങ്ങനെ ആവണം എന്നുള്ള ഒരു ചെറിയൊരു മെസ്സേജ് മാത്രം പറയുകയാണ്. ഇത് നമ്മുടെ ക്രിസ്ത്യൻ ദൈവം നമ്മുടെ ഈശോ പഠിപ്പിച്ചതായാലും അതിൽ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ ആയാലും സഹജീവികൾക്ക് വേണ്ടി നന്മ ചെയ്യാമെന്നെല്ലാം പഠിക്കും. അപ്പൊ ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യ നന്മയും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെല്ലാം നന്മ ചെയ്യാൻ പറ്റി പ്രാപ്തനാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ആരംഭിച്ചെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇനിയും നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഒരുപാട് ആളുകൾ കയറിയാവട്ടെ. ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വാക്കുകൊണ്ട് നിങ്ങളുടെ ഈ യോഗത്തിനെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. വളരെ തിരക്കുകൾക്കിടയിലും അച്ഛൻ ഞങ്ങളുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിനും ഞങ്ങളോട് സംസാരിക്കാൻ എത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. അടുത്തതായി ഈ സ്നേഹസംഗമത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ കണിയാപുരം അൽഹാജ് ബഹ്റുദ്ദീൻ മൗലവി AM ഉലമ ചെയർമാൻ ജമാഅത്ത് കൗൺസിൽ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഞാൻ കണിയാപുരം ബദറുദ്ദീൻ മൗലവിയാണ്. കേരളത്തിലെ മഹല്ലുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആണ്. എന്റെ പ്രിയ സുഹൃത്തും എന്റെ നാട്ടുകാരനുമായ ഡോക്ടർ FM ലാസർ സാറ് എന്റെ ഒരു പ്രിയ ഒരു ഉമ്മയുടെ മാതാവ് പ്രസവിച്ച സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന എന്റെ പ്രിയങ്കരനായ ഡോക്ടർ FM ലാസർ സാർ, അദ്ദേഹത്തിന്റെ പല പരിപാടികളിൽ ഈ ഉള്ളവനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ പള്ളിയിലും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിലും ഒക്കെ എനിക്ക് പരമാവധി അതിലൊക്കെ എത്തിപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ മനുഷ്യരിൽ അവശത അനുഭവിക്കുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും വികലാംഗരെയും അന്ധരെയും ഒക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ എന്താണ് ശ്രമം എന്ന് ശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ആ നിലയിൽ കാണുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിൽ വ്യത്യസ്തരായ ഒരുപാട് അംഗവൈകല്യങ്ങളും ശാരീരിക ഘടനയിൽ വ്യത്യാസം ഉള്ളവരുമായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വിജയ പുരോഗതികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, അവരെ തോളോട് ചേർത്ത് പിടിക്കുന്നു, അവർക്ക് വേണ്ടി വാർഷികങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നു. കൂട്ടായ ആലോചനകളിലൂടെ വിജയപാന്താവിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആരായുന്നു. വിവിധ മേഖലകളിലുള്ള പുരോഹിതരെയും അഭ്യസ്ത വിദ്യരായ ആളുകളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ മനസ്സാക്ഷി കാണിച്ച ഇതിന്റെ സംഘാടകർക്ക് ആദ്യമായി ഞാൻ അഭൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യനെ അകറ്റി നിർത്തുകയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മത വിശ്വാസിയായ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ
ഈ എളിയവനായ എന്നെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി എന്നെ ഒരു വിശിഷ്ടനാക്കാൻ ശ്രമിച്ചതിന് ജഗദീശ്വരനായ ദൈവം തമ്പുരാൻ സർവവിധമായ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഫാദർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണിത്. ഒരുപക്ഷെ ഞാനും ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ആദ്യമായിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊന്നേ പറയുവാനുള്ളൂ. പരിശുദ്ധമായ വിശുദ്ധ റംസാന്റെ വ്രതനാളുകൾ സമാപിച്ച് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശുദ്ധി വരുത്തിയ മനുഷ്യ ഹൃദയങ്ങൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ജഗദീശ്വരനായ ദൈവത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നശ്വരവും നൈമിഷികവും ക്ഷണികവുമായ ഈ ലോകത്തിനപ്പുറം ശാശ്വതമായ ഒരു പരലോക ജീവിതത്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ തിന്മകൾ വേർതിരിച്ച്, നന്മ ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖുർആന്റെ വാക്കാണിത്. മനുഷ്യരെ, ജീവിതവും മരണവും നിങ്ങൾക്ക് ദൈവം തന്നതാണ്. നിങ്ങളിൽ ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത, ആരാണ് ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുന്നവൻ, ആരാണ് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവൻ, ആരാണ് മനുഷ്യേതര സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്നവൻ, ആരാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമ, ആരാണ് സൽഗുണ സമ്പന്നൻ, ആരാണ് തനിക്കുള്ള സമ്പാദ്യങ്ങളിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഉദാരനായിക്കൊണ്ടിരിക്കുന്നവൻ. ഇതെല്ലാം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? ആര് സൃഷ്ടിച്ചു? എന്തിനാണ് മനുഷ്യന്റെ ഈ ലോക ജീവിതം? ഇങ്ങനെ ഒരു ജീവിതം ദൈവം മനുഷ്യന് നൽകി? കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, സുഖിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ, സഹതപിക്കുന്നവൻ, വൈകല്യമുള്ളവൻ, വൈകല്യമില്ലാത്ത പൂർണ്ണൻ, ഇങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ രീതിയിൽ പാവപ്പെട്ടവനെയും പണക്കാരനെയും പണ്ഡിതനെയും പാമരനെയും ഇങ്ങനെ പല വ്യത്യസ്തമായ രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും തീരെ വിദ്യാഭ്യാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരെയും ഇങ്ങനെ മനുഷ്യരെ പല മേഖലകളിലായി പല വ്യത്യസ്ത രീതികളിലായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗദീശ്വരനായ ദൈവം തമ്പുരാനെ അറിഞ്ഞ് ആരാധിക്കുവാനും അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും കൽപ്പിക്കുമ്പോൾ അതാരൊക്കെയാണ് പാലിച്ച് ജീവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ദൈവം ലോകത്ത് നൽകിയത്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടിയുമാണ്. ചന്ദ്രനെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്കും മനുഷ്യേതര സൃഷ്ടികൾക്കും വേണ്ടിയാണ്. പക്ഷികൾ, പറവകൾ, പ്രാണികൾ, ഇഴജന്തുക്കൾ, വന്യമൃഗങ്ങൾ, സസ്യലതാദികൾ, വൃക്ഷലതാദികൾ, പുല്ലു പുഷ്പാദികൾ, ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. മനുഷ്യേതര സൃഷ്ടികളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും പ്രപഞ്ചനാഥനായ ജഗദീശ്വരനെ അനുസരിച്ച് വാഴ്ത്തി പുകഴ്ത്തി ജീവിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേ സമയത്ത് മനുഷ്യനാവട്ടെ, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം പറയുന്നത് ഇങ്ങനെയാണ് ഖുർആനിൽ: ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. സൂര്യനില്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യനിക്കോ മനുഷ്യേതര സൃഷ്ടികൾക്കോ ജീവനില്ല, ജീവിതമില്ല. ചന്ദ്രനില്ലെങ്കിലില്ല. ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ മനുഷ്യന് തന്നിരിക്കുന്നത് പറയുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദിഗോളങ്ങളും പ്രപഞ്ചത്തിൽ ദൈവ
പ്രകൃതിദത്തമായി അവർ ജീവിക്കുന്നു. ഇന്ന് പകല് എത്ര മണിക്ക് സൂര്യൻ ഉദിക്കണം, ആ കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കും, അസ്തമിക്കും. ഈ രൂപത്തിൽ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പ്രതികളും ദൈവത്തിന്റെ ആജ്ഞാനുവർത്തിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനും നന്ദി കെട്ടവൻ, മനുഷ്യർക്കും നന്ദി കെട്ടവൻ, മനുഷ്യേതര നന്ദി കെട്ട പരീക്ഷകളാണ് മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മെ കൊണ്ട് ഈ ഭൂമിക്കയിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക്, ഒരു വസ്തുവിന് ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മെ എന്തിനാണ് ദൈവം ിരിക്കുന്നത്? നമ്മുടെ ഈ ലോകത്തെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ദൈവത്തിന്റെ സൃഷ്ടികളായ നാം എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തേടി സ്വർഗം പോലെ ഖബറിൽ ജീവിക്കുവാൻ പണിയെടുക്കേണ്ടതിന് നമുക്കുണ്ടാവുന്ന വിധം പരിശ്രമിക്കുക. അതാണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിൽ, ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അത് ദൈവാരാധനയാണ്. മുന്നോട്ട് നടക്കാൻ കണ്ണു കാണാത്ത ഒരു അന്ധന് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കാനും ആ അന്ധന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വല്പം അയാളെ ഒരു 40 ചുവട്ടടി നടത്തി വഴി തെളിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. നമ്മുടെ വീടിലും വീടിന്റെ പരിസരത്തുള്ള പറമ്പുകളിലും മറ്റും കിടക്കുന്ന പുല്ല് അത് മൃഗങ്ങൾക്കുള്ളതാണ്. അത് നീ തടയരുത് എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. കോരിക്കുടിക്കുന്ന വെള്ളം മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ്. അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിന്റെ കിണറ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് നീ വെള്ളം കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. വഴി നടന്നു വരുന്ന മനുഷ്യനെ നീ വഴി തടയരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. നടന്നു പോകുന്ന മനുഷ്യർക്ക് വഴി തടസ്സമുണ്ടാക്കുകയോ അവിടെ എന്തെങ്കിലും കല്ലുകളോ മുള്ളുകളോ കുപ്പിച്ചില്ലുകളോ നിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ നീ അതെടുത്ത് മാറ്റണമെന്ന് ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു. മനുഷ്യനോട് സ്നേഹം കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരെയും ഒരു ഒരു വാപ്പയുടെ മക്കൾ, ഒരു മാതാപിതാവിന്റെ മക്കൾ എന്ന നിലയിൽ ജാതിയും മതവും ഒക്കെ ഇവിടെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. നിന്റെ നന്മകളാണ് നിന്റെ സ്വഭാവവും പ്രവൃത്തിയും നിന്നെ മനുഷ്യേതര സൃഷ്ടിയായ നാൽക്കാലി മൃഗത്തെ പോലെ നിന്നെ ആക്കിക്കളയുന്നത് നിന്റെ സ്വഭാവ വിശേഷ ഗുണങ്ങൾ എന്നും പറയുന്നു. നമുക്ക് നന്മ ചെയ്യാം ചേർന്ന് നിന്നുകൊണ്ട്. മഹാനായ മുഹമ്മദ് നബിയുടെ മുന്നിൽ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ കടന്നു വന്നു. നബി തിരുമേനി, ലോകഗുരുവായ നബി തിരുമേനി തന്റെ അനുചരന്മാരോടൊപ്പം ചർച്ചയിലിരിക്കുമ്പോൾ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ, അന്ധനായ ഒരു മനുഷ്യൻ, ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നിത്യവും നബി തിരുമേനിയുടെ സദസ്സിലേക്ക് കടന്നു വരുന്ന ആ മനുഷ്യൻ ഒരു അവസരത്തിൽ നബിതങ്ങളുടെ അടുക്കലേക്ക് കയറി വന്നപ്പോൾ ഒരു വലിയ വിഐപികളുടെ സദസ്സായിരുന്നു അത്. ആ കണ്ണ് കാണാത്ത ആൾ കയറി വന്നപ്പോൾ മുഹമ്മദ് നബിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യനെ ഒന്ന് നോക്കിയില്ല, മുഖം തിരിച്ചു കളഞ്ഞു. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ അവതീർണമായി. മലക്ക് ജബറായിൽ വഴി, ഏ മുഹമ്മദേ, അബസ്സവതവല്ല അൻജാഅഹുൽ അഅമ, കണ്ണ് കാണാത്ത കുരുടൻ നിന്റെ അടുത്തേക്ക് കയറി വന്നപ്പോൾ എന്തേ നീ മുഖം ചുളിപ്പിച്ചു മുഹമ്മദേ? എന്തേ നീ അയാളെ അവഗണിച്ചില്ല മുഹമ്മദേ? നീ തീർച്ചയായും ഒരു പ്രവാചകൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരോടും, കണ്ണുള്ളവനോടും കണ്ണില്ലാത്തവനോടും കാലുള്ളവനോടും കാലില്ലാത്തവനോടും അംഗവൈകല്യമുള്ളവനോടും അംഗവൈകല്യമില്ലാത്തവനോടും നീ നല്ല നിലയിൽ പെരുമാറേണ്ടതല്ലേ മുഹമ്മദേ എന്ന് ചോദിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവികമായ ഒരു ഖുർആൻ അധ്യായം തന്നെ സൂറത്ത് അബസ എന്ന പേരിൽ ഖുർആനിൽ കാണാവുന്നതാണ്. അപ്പോ ഈ മനുഷ്യൻ എല്ലാരും എല്ലാ നിലയിലും സമ്പൂർണരല്ല, ഒന്നിലും പൂർണ്ണരല്ല. അതുപോലെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു എങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടായില്ലെങ്കിൽ അത് ദൈവത്തെ മനസ്സിലാക്കുവാൻ നിനക്ക് തന്ന ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ജാതിയും മതവും വർഗവും വർണ്ണവും ഭാഷയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു മാതാപിതാക്കളുണ്ട് മക്കളെന്ന നിലയിൽ നമ്മുടെ കയ്യിലെ 5 വിരലുകളും 5 രൂപത്തിലുള്ളതാണ്. ഈ രൂപത്തിൽ നമ്മൾ മനുഷ്യർ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം വ്യത്യസ്തമാണെന്ന തിരിച്ചറിവോടെ ആരും ഒന്നിലും പൂർണ്ണരല്ല, അജ്ഞരാണ്, അപൂർണരാണ് എന്ന ബോധത്തോടെ
നമുക്ക് ഈ ചാരിറ്റിയോട്, ഈ സംഘടനയോട്, ഈ പ്രസ്ഥാനത്തോട് ഞാനും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ നന്മകൾക്കും സൽപ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാ പിന്തുണയും ഞാൻ കൈകാര്യം ചെയ്യുന്ന ഉലമാ കൗൺസിലിന്റെ പ്രവർത്തകരുടെ എല്ലാവിധ പ്രോത്സാഹനവും നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിംഗിൽ എനിക്കൊരു അവസരം തന്നതിന് അഗൈതവമായ ദൈവത്തിനോട് അങ്ങേയറ്റം നന്ദി. അതിനുശേഷം നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങളും ആശംസകളും എന്റെ ഹൃദയത്തിന്റെ അടിച്ചപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അടർത്തി തന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജഗദീശ്വരൻ എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. താങ്ക് യു സാർ. നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിന് ഒത്തിരി നന്ദി പറയുന്നു. നന്ദി പറയുന്നതിനായി ഈ സ്നേഹസംഗമത്തിന്റെ കോർഡിനേറ്ററും ദർശന ക്ലബിന്റെ PR-ഉമായ ശ്രീ പിയൂസ് കോട്ടപ്പുറത്തെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 148ാമത് സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസാന വേളയിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ സ്നേഹസംഗമം എന്തുകൊണ്ടും ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവയായിരിക്കും. കാരണം മനുഷ്യൻ എല്ലാവരും ഒന്നു തന്നെയാണെന്ന് വിളിച്ചോതുന്ന പെരുന്നാൾ സന്ദേശം നമുക്ക് ഇവിടെ കേൾക്കുവാനായിട്ട് ഇടയായി. ഇന്നത്തെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്ന റവറൻ ഫാദർ ജോമി പെരിയപ്പാടൻ, അസിസ്റ്റന്റ് വികാരി സെന്റ് മേരീസ് ഫൊറാന ചർച്ച് കൊരട്ടി, അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോൾമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ വളരെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ മുഹമ്മദ് റാഫി, എൻഡോമോളജിസ്റ്റ്, അമല മെഡിക്കൽ കോളേജ്, നല്ല വാക്കുകളിലൂടെ രോഗപ്രതിരോധം എങ്ങനെ കൈവരിക്കാമെന്ന് നല്ല വാക്കുകളിലൂടെ നമ്മളെ ബോധവൽക്കരിച്ച മുഹമ്മദ് റാഫി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ വിശിഷ്ട വ്യക്തിയായി എത്തിച്ചേർന്ന കണിയപുരം അൽ ഹജ് ബദറുദ്ദീൻ മൗലവി MM, ഉൽമ ചെയർമാൻ, ജമാഅത്ത് കൗൺസിൽ, വളരെ നല്ല വാക്കുകളിലൂടെ ഇസ്ലാം മതത്തെയും മറ്റു മതങ്ങളിൽപ്പെട്ട ഓരോ വ്യക്തികളെയും വളരെ വ്യക്തമായി പറയുകയും നല്ല വാക്കുകളിലൂടെ ഈ സ്നേഹസംഗമം ധന്യമാക്കുവാൻ നല്ല മനസ്സ് കാണിച്ച ബദറുദ്ദീൻ മൗലവി MA, ഉൽമ ചെയർമാൻ, ജമാഅത്ത് കൗൺസിൽ സാറിനെ ദർശന ക്ലബിൻ്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ വളരെ ഭംഗിയായി ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിജി അങ്കമാലി, ഇന്നത്തെ സ്നേഹസംഗമം പ്രാർത്ഥനയുടെ ചൈതന്യം വരുത്തിയ ശ്രീ പീറ്റർ ശരത്ത്, സ്നേഹസംഗമം സ്വാഗതം ആശംസിച്ച ശ്രീമതി ട്രീസ, റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന MC നാട്ടിക, പ്രത്യേകം ഈ വ്യക്തികൾക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ സെക്രട്ടറി കുമാരി സിനിക്ക് സെബാസ്റ്റ്യൻ, ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി AO, അതുപോലെ ദർശന ക്ലബ് ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ദർശന ക്ലബ് ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്ന ലീഡേഴ്സ്, ഗ്രൂപ്പ് ഇൻചാർജുമാർ, എല്ലാവർക്കും ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ഷിബിൻ ഹാരി പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന
എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും പിയൂസ് നന്ദി പറഞ്ഞു. താങ്ക് യു പിയൂസ്.